അതല്ല, നമുക്ക് കഴിക്കണം. നിങ്ങൾ കഴിച്ചാലേ നമുക്ക് സന്തോഷമാവുള്ളൂ. ഇത് കഴിഞ്ഞ ബില്ലൊക്കെ തരണ്ടല്ലേ എനിക്ക്. അയ്യോ എന്റെ അമ്മയെ, ഞാനാണെങ്കിൽ പൈസ കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ കൊള്ളല്ലേ. പേഴ്സിലൊക്കെ എന്തിരിക്കണം. അല്ല, ഈ പറഞ്ഞു ഉച്ചയ്ക്ക് ചോറിന്റെ കാര്യം പറഞ്ഞു, ഒരു ഇച്ചിരി ആണെങ്കിലും വേണമെന്ന് പറഞ്ഞു. നൈറ്റ് എന്തായിരിക്കും അപ്പൊ ദിലീപേട്ടൻ? ഇപ്പൊ ഹെവി ആയിട്ട് കഴിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ദിലീപേട്ട രാത്രി? സത്യസന്ധമായി നേരത്തെയൊക്കെ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ തോന്നുമ്പോൾ ഭക്ഷണം കഴിച്ചിരുന്ന ഒരാളാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ രാത്രിയിൽ ഇപ്പൊ കുറച്ച് ഹെവി നിർത്തി. പണ്ടൊക്കെ നമ്മൾ മിമിക്രിക്ക് പോകുമ്പോൾ 3 മണി സമയത്തൊക്കെ ഭക്ഷണം കഴിക്കണേ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ തട്ടുകടയുടെ അവിടെ നിർത്തി തട്ട് ദോശയും ഓംലെറ്റും ഒക്കെ, അതൊക്കെയാണ് സ്ഥിര ഭക്ഷണങ്ങൾ. ഇപ്പോഴൊക്കെയാണ് നമ്മൾ വന്നപ്പോഴാണ് ഈ ഓരോ ആൾക്കാർ പറയുന്നു മറ്റേ സാലഡ്സ് കഴിക്കണം, ഗ്രിൽഡ് കഴിക്കണം. ഓക്കെ, അങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ ഇതുപോലുള്ള നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നൈറ്റ് ഇതൊക്കെ കട്ട് ചെയ്യും, ഇവിടുത്തെ ഭക്ഷണം എടുത്ത് കഴിക്കും. പക്ഷെ അന്ന് ദിലീപേട്ടൻ വളരെ ലീൻ ആയിട്ടുള്ള നമ്മൾ പണ്ട് മുതൽ എന്നെ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ പണ്ടേ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അല്ല, നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ആർച്ചീവിലുണ്ട് ദിലീപേട്ടൻ ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. 95-ലൊക്കെ ഞാൻ ഏറ്റവും മെലിഞ്ഞ ആളാണ്. നല്ല മെലിഞ്ഞിട്ടായിരിക്കുന്നത് ദിലീപേട്ടൻ.